ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നോർത്തേൺ ഷോവലർ അഥവാ കോരിച്ചുണ്ടൻ എരണ്ട, സ്പാറ്റുല ക്ലൈപ്പിയേറ്റ എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിറിറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നോർത്തേൺ ഷോവലർ അഥവാ കോരിച്ചുണ്ടൻ എരണ്ട, സ്പാറ്റുല ക്ലൈപ്പിയേറ്റ എന്നതാണ് ശാസ്ത്രനാമം. ആകൃതിയിൽ വളർത്തു താറാവുകളോട് ഏറെ സാദൃശ്യമുള്ളതും എന്നാൽ സ്വതന്ത്രരായി ജീവിക്കുകയും സുദീർഘമായ ദേശാന്തര ഗമനം നടത്തുകയും ചെയ്യുന്നവയുമാണ് മിക്ക എരണ്ടകളും. കോരിച്ചുണ്ടൻ എരണ്ടകൾ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഹിമാലയത്തിന് വടക്കുള്ള ഏഷ്യൻ രാജ്യങ്ങളടങ്ങുന്ന പാലിയാർട്ടിക് മേഖലയിലും കാണപ്പെടുന്നു. കോരിച്ചുണ്ടൻ എരണ്ടകൾ ശൈത്യകാലത്ത് ദക്ഷിണ യൂറോപ്പിലും ആഫ്രിക്കയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കേ അമേരിക്കയിലെ വടക്ക് ഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെയാണ് ദേശാടനം നടത്തുന്നത്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും വരെ അപൂർവമായി ഇവ എത്താറുണ്ട്. കോരിച്ചുണ്ടൻ എരണ്ടകൾ 10ഉം 25ഉം അടങ്ങുന്ന ചെറിയ കൂട്ടങ്ങളായാണ് ദേശാടനം നടത്താറുള്ളത്. കോരിച്ചുണ്ടൻ എരണ്ടകൾ കേരളത്തിലെത്തുന്നത് ഒരു ദേശാടന പക്ഷിയായിട്ടാണ്. ശൈത്യകാലം ആരംഭിക്കുന്നതോടെ ദേശാടനത്തിനിറങ്ങുന്ന കോരിച്ചുണ്ടൻ എരണ്ടകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഹിമാലയ പർവ്വത നിരകൾക്ക് മീതെ പറന്നാണ്. ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള തണ്ണീർത്തടങ്ങളിൽ കുറച്ചു ദിവസം വിശ്രമിച്ച ശേഷം വീണ്ടും തെക്കോട്ടേക്കുള്ള പ്രയാണം തുടരുന്നു. ഒക്ടോബർ മാസത്തോടുകൂടി ഇവ കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ ചെറുപറ്റങ്ങളായി കേരളത്തിലെത്തുന്നു. ഏപ്രിൽ മാസത്തോടെ ഇവ തിരിച്ചു പോവുകയും ചെയ്യും. കോരിച്ചുണ്ടൻ എരണ്ടകളെ കേരളത്തിലെ തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും തീരദേശ ജലാശയങ്ങളിലും ഉൾനാടൻ ജലാശയങ്ങളിലും 10ഉം 25ഉം അടങ്ങുന്ന ചെറുപറ്റങ്ങളായി കാണാറുള്ളത്. പക്ഷിക്ക് 50 സെൻറ്റിമീറ്ററോളം നീളവും 75 സെൻറ്റിമീറ്ററോളം ചിറകളവും ഏകദേശം 400 മുതൽ 600 ഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും. കോരിച്ചുണ്ടൻ എരണ്ടകളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷിക്ക് നല്ല നീളവും വീതിയുമുള്ള ഷവൽ അഥവാ കോരിക പോലുള്ള ചുണ്ടാണുള്ളത്. പ്രജനനവേഷത്തിലുള്ള ആൺപക്ഷിയുടെ തലയും കഴുത്തും നല്ല തിളക്കമുള്ള പച്ച നിറമാണ്. മാറിടം വെള്ളയും ഉദരഭാഗവും പാർശ്വവും ചെമ്പിച്ച തവിട്ട് നിറം. കണ്ണുകൾക്ക് മഞ്ഞ നിറം, പാദങ്ങൾക്ക് ഓറഞ്ച് നിറം, ചുണ്ട് ചാരനിറം കലർന്ന കറുപ്പ് നിറം. പക്ഷി പറക്കുമ്പോൾ ഇളം നീല നിറത്തിലുള്ള മുൻചിറകുകളുടെ തൂവലുകളും വെള്ള അരികുള്ള പച്ച പക്ഷപതാക അഥവാ സ്പെക്കുലവും തെളിഞ്ഞു കാണാം. പ്രജനനവേഷത്തിലല്ലാത്ത ആൺപക്ഷികൾ ഏതാണ്ട് പെൺപക്ഷിയെ പോലെ ഇരിക്കും. എന്നാൽ അവയുടെ തലയും കഴുത്തും ഇരുണ്ട നിറവും പുറംഭാഗം ഇരുണ്ട തവിട്ട് നിറവുമായിരിക്കും. പെൺപക്ഷി മങ്ങിയ തവിട്ട് നിറത്തിൽ ഇരുണ്ട തവിട്ട് പുള്ളികളോട് കൂടിയതാണ്. എന്നാൽ അവയുടെ കോരിക പോലുള്ള ചുണ്ട് ചാര നിറം കലർന്ന തവിട്ട് നിറത്തിലുള്ളതും അരികും കീഴ്ചുണ്ടും ഓറഞ്ച് നിറത്തിലുള്ളതുമായിരിക്കും. മുൻചിറകിലെ തൂവലുകൾക്ക് ചാര നിറം കലർന്ന നീലനിറമായിരിക്കും. പെൺപക്ഷിയുടെയും പ്രായമെത്താത്ത പക്ഷിയുടെയും കണ്ണുകൾ തവിട്ട് നിറമോ മഞ്ഞ നിറം കലർന്ന തവിട്ട് നിറമോ ആയിരിക്കും. കോരിച്ചുണ്ടൻ എരണ്ടകൾ ഏറെക്കുറെ സസ്യഭുക്കാണ്. പ്രധാന ആഹാരം ജലസസ്യങ്ങളും പുൽവിത്തുകളും ജലത്തിലും ചെളിയിലും കാണുന്ന പലതരം ജലജീവികളും പുഴുക്കളും കക്കുകളും മറ്റുമാണ്. കോരിക പോലുള്ള ചുണ്ട് വശങ്ങളിലേക്ക് ചലിപ്പിച്ചുകൊണ്ടും ചിലപ്പോൾ ജലോപരിതലത്തിൽ നിന്ന് തലകുത്തി നിന്നുകൊണ്ട് വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയുമാണ് ആഹാരം സമ്പാദിക്കുന്നത്. പക്ഷിയുടെ വീതിയുള്ള ചുണ്ടിൻ്റെ അരികിൽ ചീർപ്പ് പോലുള്ള പല്ലുകൾ ഉള്ളതുകൊണ്ട് ചുണ്ട് ഒരു അരിപ്പ പോലെ ഉപയോഗിച്ച് ചെറുജീവികളെയും മറ്റും ഉള്ളിലാക്കുന്നു. കോരിച്ചുണ്ടൻ എരണ്ടകൾ പൊതുവെ നിശബ്ദനാണ്. വളരെ നേർത്ത ഒരു ശബ്ദമാണ് പക്ഷി പുറപ്പെടുവിക്കാറുള്ളത്. കോരിച്ചുണ്ടൻ എരണ്ടകൾ പ്രജനനം നടത്തുന്നത് യൂറേഷ്യൻ മേഖലയിലും ഉത്തര അമേരിക്കയുടെ പടിഞ്ഞാറൻ മേഖലയുമൊക്കെയാണ്. ചതുപ്പ് നിലങ്ങളിൽ പുൽപ്പരപ്പിലാണ് കൂടുവെക്കുന്നത്. നിലത്ത് മാന്തിയുണ്ടാക്കിയ ചെറിയ കുഴികളിൽ പുൽത്തണ്ടുകളും തൂവലുകളും മറ്റും നിരത്തിയിടും. പെൺപക്ഷിയാണ് കൂട് വെക്കുന്നതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതും കൂടൊരുക്കുന്നതും. കൂട്ടിൽ 9 മുതൽ 11 വരെ മങ്ങിയ ഒലിവ് നിറത്തിലുള്ള മുട്ടകളുണ്ടാവും. പെൺപക്ഷി അടയിരിക്കും. കൂടും പരിസരവും കുഞ്ഞുങ്ങളെയും മറ്റും ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണിയെ നേരിട്ട് ആൺപക്ഷി കാത്തു സൂക്ഷിക്കും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട നോർത്തേൺ ഷോവലർ അഥവാ കോരിച്ചുണ്ടൻ എരണ്ട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്.
അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.